പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ ഒരു ബോധത്തിലാണ് എൻ്റെ അമ്മേനെ ഉൾപ്പെടെ നോക്കണത്. അന്നത്തെ ബോധത്തിൽ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. മനസ്സിലായി എങ്ങനെയായിരുന്നു അത്? നിങ്ങൾ എങ്ങനെയാണ് ഇപ്പം പറഞ്ഞ പോലെ 3 സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾ ഫേസ് ചെയ്തത്? അമ്മച്ചി നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അമ്മ പറഞ്ഞിരുന്നേ അടുക്കളപ്പണി ചെയ്യണ്ട, പഠിക്കുക ആ സമയം കൂടെ, വീട്ടിലെ പണിയെല്ലാം ഞാൻ ചെയ്തോളാം. കഴിക്കുന്ന പാത്രം പോലും ഞങ്ങളെ അമ്മച്ചി മരിക്കുന്നതിൻ്റെ തലേന്ന് പോലും കഴിച്ചിട്ടില്ല ഞങ്ങളെ കൊണ്ട്. എന്നാലും ഞങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മേനെ എതിര് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും ആ സമയം കൂടെ പഠിച്ചു, മക്കൾ അനിയത്തി കളക്ടറാവും, ഞാൻ ഡോക്ടറാവണം, അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു അമ്മയ്ക്ക്. അമ്മയ്ക്ക് പണി കഴിഞ്ഞ് കയറി വരുമ്പം ഞാനും അവളെ പഠിക്കുന്നതോ വായിക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതിനേക്കാളും വലിയ സന്തോഷം വേറെ ഇല്ലായിരുന്നു. പഠിക്കുന്ന ചിലപ്പം ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് കുറവുണ്ടായിരുന്നു. ചിലപ്പം അമ്മച്ചി പണിക്ക് പോകുന്ന വീട്ടിലെ പിള്ളേരൊക്കെ പഴയതായിരിക്കും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് ചിലപ്പോൾ 8-ലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു ജോഡി ഉണ്ടായിരുന്നുള്ളൂ കളർ ഡ്രസ്സ്. ബാക്കി നമ്മൾ യൂണിഫോമിൽ ഓടിക്കുന്നത്, അതും ഒരു ജോഡി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അമ്മ പുസ്തകത്തിന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു കുറവും വരുത്തിയിട്ടില്ല. പേനയ്ക്കാണേലും അവിടെ ഏത് പിള്ളേർ ചെയ്യുന്നതിനേക്കാളും അപ്പനും അമ്മയുള്ള പിള്ളേർ പോകുന്നതിനേക്കാളും ഗ്രാൻഡായിട്ടാണ് ഞങ്ങൾ വിട്ടുകൊണ്ടിരുന്നത്, സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾ പഠിക്കണം, വലിയ നിലയിലെത്തണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അമ്മയുടെ സാഹചര്യം വരാണ്ടിരിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാവുക, അതൊക്കെയാണ് അമ്മ അന്ന് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമേ എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് ഞങ്ങളങ്ങനെ ഒരു പരിധി വരെ ചെവി കൊടുത്തിട്ടില്ല. അമ്മ പറയും, നിങ്ങൾ ഉണ്ടല്ലോ പ്രൂവ് ചെയ്ത് കാണിക്കാൻ, വേറെ ആരും വേണ്ട. പഠിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നു. നമ്മൾ ജനിച്ചു വളർന്ന ആ സ്ഥലത്ത് പഠിക്കുക എന്നുള്ള പഠനം വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം പഠിക്കുന്നവർ വളരെ കുറവാണ്. എല്ലാവരും നമ്മൾ കാണുന്ന പോലെ റബ്ബർ വെട്ടിനോ അല്ലെങ്കിൽ കൂലിപ്പണിക്കോ പോകുന്ന, അതിലപ്പുറം ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്താ സാഹചര്യം നമുക്ക് മനസ്സിലായിട്ടില്ല. അവിടെ നിന്നൊരു ജോലി മേടിക്കുക അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ വലിയ കാര്യം തന്നെയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ അമ്മ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് അമ്മയുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുമ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിച്ചാൽ മതി എന്നാണ്. ഏവിയേഷൻ പെട്ടെന്ന് എടുത്തതായിരുന്നോ അതോ? ആക്ച്വലി ഏവിയേഷൻ പറ്റി എനിക്ക് ഒന്നും അറിയാൻ മേലായിരുന്നു. 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഇയർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും എന്നിങ്ങനെ ഒരു ആഡ് കണ്ട് പോയതാണ്. അവിടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴേ എനിക്കത് എന്താണെന്ന് അറിയില്ല. ഇതാണ് യൂണിഫോമും ഇതാണ് ഇൻഡസ്ട്രി എന്നോ എയർപോർട്ടിലെ കോഴ്സാണെന്നോ അങ്ങനെ ഒരു കാര്യങ്ങളും അറിയില്ല. അനിയത്തിക്ക് പഠിക്കണം എന്നായിരുന്നു, നമ്മൾ ഡിഗ്രി ചെയ്യണം, മാസ്റ്റേഴ്സ് എടുക്കണം, നമ്മൾക്ക് അങ്ങനത്തെ കുറേ ഡ്രീംസ് ഒക്കെ ആയിരുന്നു. നമ്മൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ വേണേൽ ഡിഗ്രിക്ക് പഠിച്ചോ. അന്ന് നമ്മുടെ ദേവമാതാ കോളേജിൽ അമ്മച്ചി എന്നെ കൊണ്ടുപോയി. പക്ഷേ അന്ന് പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, അമ്മ ഇത് 3 വർഷം വെറുതെ പോകും, ആ സമയത്ത് എന്തെങ്കിലും ചെറിയൊരു കോഴ്സ് ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും പഠിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഇതിന് പോകുന്നു. ഏവിയേഷൻ എനിക്കന്ന് എയർ ഹോസ്റ്റസ് എന്ന് എനിക്ക് പറയാൻ പോലും അറിയില്ല. അവിടെ ചെന്ന് കോട്ടയം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ടൗണാണ്. ഇപ്പോൾ അബ്രോഡ് പോകുന്നാലെയാണ് അവിടെ കോട്ടയത്തൊക്കെ പോകാമെന്ന്, കോട്ടയം ടൗണിലൊക്കെ പോകാമെന്ന് പറയുന്നത്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാട്ടിൻപുറത്തുനിന്ന് വന്നത്. എനിക്ക് ലാംഗ്വേജ് അത്യാവശ്യം ഒന്നുമില്ല, അത്യാവശ്യം എന്ന് പറയാൻ പോലും ഇല്ല, ബേസിക് പോലും എനിക്കില്ലായിരുന്നു, ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അവിടുത്തെ യൂണിഫോം എസ്പെഷ്യലി ഭയങ്കര ഇതാണ്, ഞങ്ങളുടെ നാട്ടിൻപുറത്തേക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സ്കേർട്ടും ചെറിയ സ്കേർട്ടും മുട്ടിറക്കമുള്ള സ്കേർട്ടും ഷർട്ടും അങ്ങനത്തെ വേറൊരു മൈൻഡ് സെറ്റാണ് അവിടെ ആൾക്കാർക്ക്. ഇത് വേറൊരു തരം ടൈപ്പ് ജോബാണ്, ഇത് നമ്മൾ ലേഡീസിന് അല്ലെങ്കിൽ പെൺകുട്ടികളൊന്നും പോകാൻ പാടില്ലാത്ത ഒരു മേഖലയാണ്, അങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാരുടെ വിചാരം. ഞാനിങ്ങനെ ഏവിയേഷൻ അന്നത് അവിടെ ആൾക്കാർ ജനസാന്ദ്രത ഇത്തിരി കുറവുള്ള സ്ഥലമാണ്. പക്ഷെ ഉള്ള ആൾക്കാരെല്ലാവരും പെട്ടെന്ന് അവിടെ എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡാവും. അങ്ങനെ ഞാൻ ഏവിയേഷൻ പഠിക്കാൻ പോയത് അവിടെ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡായി. ഒരു ദിവസം അന്ന് വീക്ക്ലി 3 ടൈംസേ ഉള്ളൂ നമുക്ക് ക്ലാസ്. അങ്ങനെ 3 ടൈംസ് ക്ലാസ് ഉള്ള സമയത്ത് ഒരു ദിവസം വീട്ടിലിങ്ങനെ അന്ന് ക്ലാസ് ഇല്ല, അപ്പം വീട്ടിലിരിക്കുക. അന്നേരം അമ്മ റബ്ബർ വെട്ട് കഴിഞ്ഞ് വരുമ്പോൾ അമ്മ കരഞ്ഞോണ്ടാണ് കയറി വരുന്നത്. എടാ ഇങ്ങനെ ഒരു വഴിയിൽ ഇങ്ങനെ പോകുന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, കൊച്ചിനെ എന്നാ ഒരുമാതിരി കോഴ്സൊക്കെ പഠിപ്പിക്കാൻ വിട്ടേക്കുന്നേ, ഇതൊക്കെ ഭാവി ഉണ്ടാവോ, ചുമ്മാ കുഞ്ഞു പാവാടയൊക്കെ ഇട്ട് നടക്കുക, അതൊക്കെ നമ്മൾ കുടുംബത്തിനും സംസ്കാരത്തിനും ഒക്കെ ചേർന്നതാണോ? അമ്മ അങ്ങനെ കേട്ടത് ഒത്തിരി കരഞ്ഞു. കാരണം അന്ന് 5,000 അടുത്താവും മന്ത്ലി നമുക്ക് അതിൻ്റെ ഫീസ്. അമ്മ അതിൻ്റെ ഫസ്റ്റ് എങ്ങാണ്ട് 30,000 സംതിങ് കണ്ട് അമ്മ സ്വർണ്ണമൊക്കെ വെച്ചിട്ടാണ് അമ്മ എന്നെ പഠിപ്പിക്കാൻ കൊണ്ടാക്കുന്നത്. പിന്നെ 5,000 വെച്ച് അടയ്ക്കണം. ഇത്രയും ഫീസ് കൊടുത്ത് അടയ്ക്കുന്നു. അപ്പം നല്ലൊരു ജോബാണെന്ന് അവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറയുകയും ചെയ്തു. അപ്പം അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം അമ്മ കുറേ കരഞ്ഞു. അന്ന് അമ്മ വന്ന് കുറേ നേരം കരഞ്ഞിട്ട് അമ്മ ഞാൻ ചോദിച്ചിട്ട് കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അപ്പൻ്റെ കാര്യം ഓർക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് ആൾക്ക് ബുദ്ധിമുട്ട്. 2 ദിവസം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ചെറിയ സ്കേർട്ടൊന്നും വെളിയിൽ വിരിച്ചിടരുത്, യൂണിഫോമിൻ്റെ ഒന്നും, നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങനെ മോശമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞാൻ തന്നെ പിന്നെ അമ്മച്ചിനെ പറഞ്ഞത് മനസ്സിലാക്കി.
അമ്മ ഇതല്ല ശരിക്കും, ഇതല്ല ഒരു ലോകം, ഇതിനപ്പുറത്തേക്കും ഉണ്ട്. ആൾക്കാർ പറയുന്നത് പറയട്ടെ, നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ഓർത്തുകൊണ്ടിരിക്കില്ല. അവർക്ക് അവരുടെ ലൈഫുണ്ട്. നമ്മളത് ഓർത്ത് സ്പോയിൽ ചെയ്താൽ നാളെ നമുക്ക് തന്നെ നഷ്ടമുള്ളൂ. നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ഇവരാരും കാണില്ല കൂടെ. അത് പറഞ്ഞ് അമ്മേനെ കൺവിൻസ് ചെയ്തു. ലൈക്ക് കൂരുമ്പേ കുരു എന്ന് പറയുന്ന പോലെ 3 മാസം കഴിഞ്ഞപ്പോൾ റബ്ബറിൻ്റെ വില കുറഞ്ഞു. ഫീസ് അടയ്ക്കാൻ പൈസയില്ല. ആദ്യത്തെ 2 മാസം അമ്മ എങ്ങനെയൊക്കെയോ അടച്ചു. ആദ്യത്തെ 1 മാസം ഗ്രാൻഡായിരുന്നു. കാരണം അമ്മയുടെ ഷെയറിന് പങ്കിന് എൻ്റെ റബ്ബർ ഷീറ്റ് കിട്ടും നമുക്ക് വീട്ടിലേക്ക്. ഇപ്പം 20 റബ്ബർ ഷീറ്റ് കിട്ടിയാൽ 10 നമുക്കാണ്. റബ്ബർ ഷീറ്റ് എടുത്ത് ബാഗിലിട്ടിട്ട് കടയിൽ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ കൊണ്ട് ഫീസ് അടച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഭയങ്കര ഗ്രാൻഡായിരുന്നു. അന്ന് നല്ല വിലയുണ്ടായിരുന്നു റബ്ബറിന്. വില കുറഞ്ഞു. അമ്മ അങ്ങനെ അമ്മയുടെ അനിയത്തിയുടെ കയ്യിൽ നിന്ന് വരെ പൈസ മേടിച്ചിട്ട് 500-ഉം അമ്മയുടെ ചേട്ടത്തിമാരൊക്കെ എടുക്കപ്പോൾ 200-ഉം 300-ഉം ഒക്കെ വാങ്ങിച്ചിട്ടാണ് എന്നെ പഠിപ്പിക്കാൻ അന്ന് കൊണ്ട് ഏവിയേഷന്. പിന്നെ 2 മാസം ആളെങ്ങനെയൊക്കെയോ സ്ട്രഗിൾ ചെയ്തു. 2 മാസം കഴിഞ്ഞപ്പോൾ അമ്മ അറിയാടാ എനിക്ക് പറ്റുന്നില്ല, നമുക്ക് ഈ കോഴ്സ് നിർത്തിയാലോ എന്നോട് ചോദിച്ചു. കാരണം ഏവിയേഷൻ എന്ന് പറയുമ്പം നമുക്ക് ഫീസ് മാത്രമല്ല, ട്രാവൽ എക്സ്പെൻസ്, കോട്ടയം വരെ പോയി വരുന്നതിന് എക്സ്പെൻസ് ആവും. പിന്നെ അവിടുത്തെ പിള്ളേരൊക്കെ ഇടുന്ന ടൈപ്പുള്ള ഡ്രസ്സ് ഇടണം. പിന്നെ മേക്കസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കമ്പൽസറി ആണ്. നമ്മൾ സാധാരണയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ലേ പഠിക്കാൻ പോകുന്നിടത്ത് ബുക്കും പേനയും അല്ലെങ്കിൽ അവിടുത്തെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഒക്കെ പോലെ അതിനേക്കാളും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രൂമിങ് ഇല്ലാതെ അവരവിടെ ഇരുത്തില്ല നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പം ഇവർ പറഞ്ഞ മേക്കസാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബേസിക് ലിസ്റ്റിക്കിനെ വരെ ചിലപ്പം 1000 ഒക്കെ ആവും. അപ്പം അങ്ങനെ ആയി വന്നപ്പോൾ അമ്മയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ഹോട്ടലിലേക്ക് പിള്ളേരെ ട്രെയിനിങ്ങിന് എടുക്കുന്നുണ്ടെന്ന് കേട്ടു. അങ്ങനെ എനിക്ക് അവിടെ ഒരു 4500 ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് എനിക്ക് കിട്ടുന്ന ട്രെയിനിങ് ഫീസ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ ജോബിന് രാവിലെ കയറും, എന്നിട്ട് ഉച്ചയ്ക്ക് ബ്രേക്ക് ഇറങ്ങി ക്ലാസ്സിൽ പോകും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹോസ്റ്റലും ഈ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലും എല്ലാം അടുത്തടുത്താണ്. എനിക്ക് ആദ്യം ഹോട്ടൽ ഇൻഡസ്ട്രി ഇഷ്ടമേ ഇല്ലായിരുന്നു. കാരണം നമ്മുടെ അവിടുത്തെ ആൾക്കാർ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ടേബിൾ ഉടയ്ക്കുക, പാത്രം കഴുകുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. അങ്ങനെയായി ഞാൻ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതെന്ന് പോലും അവിടെ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ ജോബിന് ഇതാണ് എന്നുള്ളത് പറഞ്ഞു. അമ്മ പറഞ്ഞു ഹോസ്റ്റലിൽ നിന്ന് അവിടെ പഠിക്കുക, പോയി വരാൻ പാടായതുകൊണ്ട്. അപ്പോൾ ഹോസ്റ്റൽ ഫീസ് ഹോട്ടലുകാർ അഫോർഡ് ചെയ്യും, ഫുഡ് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ 4500 കിട്ടും. പിന്നെ എൻ്റെ കുറേയൊക്കെയുള്ള എക്സ്പെൻസ് ഒക്കെ കുറഞ്ഞു. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ടിപ്പൊക്കെ കിട്ടുന്നതോടുകൂടി എൻ്റെ അത്യാവശ്യം ദാരിദ്ര്യമൊക്കെ നന്നായിട്ട് മാറി. അത്യാവശ്യമൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനും മോഡേൺ ആകാൻ തുടങ്ങുന്നത് അവിടെ തൊട്ടാണ്. ആ സമയത്ത് തന്നെ ഏവിയേഷൻ ഇൻ്റർവ്യൂസിനൊക്കെ പോകും. രാവിലെ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഞാൻ ആദ്യം നെറ്റി നോക്കുന്നത് ഇൻഡിഗോയുടെ ഇൻ്റർവ്യൂ എടുത്തത് എവിടെയാണ്, ജെറ്റ് എയർവേസിൻ്റെ എവിടെയാണ്, സ്പൈസ് ജെറ്റിൻ്റെ എവിടെയാണ്, ഇങ്ങനെ നോക്കിയിട്ടാണ് ആ ദിവസം തുടങ്ങുന്നത്. എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു ഹോട്ടൽ ഇൻഡസ്ട്രി. അത് കഴിഞ്ഞ് പിന്നെ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിൽക്കില്ല, ഒട്ടും പാഷനേറ്റ് ആയിരുന്നില്ല. ചുമ്മാ ഒരു നേരം പോക്കിനൊരു ജോബ്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. 3-4 വർഷത്തോളം അങ്ങനെ തന്നെ നിന്നു. 5 years. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഏണിങ്സ് ഒക്കെ ഉണ്ടായി, സാലറിയിൽ ഹൈക്ക് ഉണ്ടായി, ടിപ്സൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീടൊക്കെ വെച്ചു. ഞങ്ങളുടെ പഴയ വീടൊക്കെ മാറ്റി. അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം അവിടെ നാട്ടിൽ. ചിലപ്പോൾ ഇനി അവിടെ നിന്ന് നമ്മൾ നന്നായി പോയാലും സ്വന്തം നാട്ടിൽ തല ഉയർത്തി നിൽക്കണം.